ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മുടെ സർക്കാർ ജീവനക്കാർക്കും അതുപോലെ തന്നെ പെൻഷനേഴ്സിനും വളരെയധികം സന്തോഷം നൽകുന്നൊരു വാർത്തയുമായാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ആ വാർത്ത എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരു ഗഡു DAയും DR-ഉം കേരള സർക്കാർ അനുവദിച്ചിരിക്കുകയാണ്. ഇപ്പോൾ സെപ്റ്റംബർ 1 ശമ്പളവും പെൻഷനും നൽകിക്കൊണ്ട് ഗഡു വിതരണം ചെയ്യുമെന്ന് നമ്മുടെ ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. ഓണത്തിന് മുന്നോടിയായി സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും ഒരു ഗഡു DAയും അതുപോലെ തന്നെ പെൻഷൻകാർക്ക് ഒരു ഗഡു DR-ഉം സംസ്ഥാന സർക്കാർ അനുവദിച്ചു. യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ അതുപോലെ തന്നെ നമ്മുടെ ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് മെഡിക്കൽ സർവീസസ് എന്നിവയ്ക്ക് കീഴിലുള്ള ജീവനക്കാർക്കും DR ആനുകൂല്യത്തിന് അർഹതയുണ്ടെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. സെപ്റ്റംബർ 1 ശമ്പളവും പെൻഷനും നൽകുന്നതിനോടൊപ്പം ഗഡു വിതരണം ചെയ്യുമെന്ന് ബാലഗോപാൽ പറഞ്ഞു. DAയും DR-ഉം അനുവദിക്കുന്നതിലൂടെ സർക്കാരിന് 2000 കോടി രൂപയുടെ അധിക ചിലവ് വരുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വർഷം പുറത്തിറക്കുന്ന DAയുടെയും DR-ന്റെയും രണ്ടാമത്തെ ഗഡു കൂടിയാണിത്. അതുപോലെ തന്നെ 2024 ജൂലൈയിൽ 7 ഗഡു DA അതുപോലെ തന്നെ DR കുടിശ്ശികയുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന നിയമസഭയെ അറിയിച്ചിരുന്നു. ഇപ്പോൾ ജീവനക്കാർക്കും പെൻഷൻകാർക്കും പ്രതിവർഷം 2 ഗഡുക്കൾ വീതം നൽകാനുള്ള സർക്കാരിൻ്റെ പദ്ധതി അദ്ദേഹം ഇതിനോടൊപ്പം പ്രഖ്യാപിച്ചിരുന്നു. 2024 സർക്കാർ ഇതുപോലെ 2 ഗഡുക്കളും അനുവദിച്ചിരുന്നു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വാർത്ത എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്കും പെൻഷനേഴ്സിനൊക്കെ വളരെയധികം ആശ്വാസം നൽകുന്ന, ഓണമൊക്കെ ആയിട്ട് വളരെയധികം ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇൻഫർമേറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.